മഴ പെയ്തു, മണ്ണ് കുളിർത്തു. വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുളപൊട്ടി, തളിരിലകൾ തല നീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം! ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പലതരത്തിൽ പല വലുപ്പത്തിൽ. വെണ്ടയും മത്തനും പതിയെ വളർന്നു. വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞ പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടുവന്നു. വെണ്ടച്ചെടി തലയുയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടുവന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേയ്, നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിലിഴയുന്നത്? നിനക്ക് നിവർന്നു നിന്നുകൂടെ? എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. മത്തൻ വള്ളി കറിവേപ്പിന്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ടച്ചങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ടച്ചെടിക്ക് സന്തോഷമായി. എനിക്ക് ദൂരേക്ക് വിത്തു വിതറാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ നാലുപാടും ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം! മത്തന് അത്ഭുതമായി. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി.